ടു തല്ലുകൊള്ളി. നമ്മൾ ഇന്ന് ഒരു വാട്ടർ ചലഞ്ച് ആയിട്ടാണ് കേട്ടോ വന്നിങ്ങനെ. 2 കുപ്പി വെള്ളമുണ്ട് ഓരോ ലിറ്ററിന്റെയും. ഇത് ആരാദ്യം കുടിച്ചു വെറ്റിക്കണോ എന്നതാണ് ഇന്നത്തെ ചലഞ്ച്. ചലഞ്ചിൽ ജയിക്കുന്ന ആൾക്ക് ഇതാണ് സമ്മാനം, തോൽക്കുന്ന ആൾക്ക് ഇതാണ് സമ്മാനം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ചലഞ്ച് തുടങ്ങുകയാണല്ലേ. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞങ്ങള് മൈക്കൊക്കെ ഓണാക്കി വെച്ചതായിരുന്നു, പക്ഷെ ഓഫായി പോയി. അത് കാരണം ഞങ്ങൾ ഇതിന് വോയിസ് ഓവർ കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഞങ്ങൾ 3 ആളും നല്ല ഗംഭീരമായിട്ട് വെള്ളം കൂടി സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ പകുതിയായി അബിയുടെ. ഞാൻ മേം ഇവിടെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാ ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത്, എന്നിട്ട് ഗ്ലാസ് ഒക്കെ വേണ്ടാന്ന് വെച്ചു. മേമയും കുപ്പിയിലായി, ഞാൻ പിന്നെ തുടക്കത്തിലെ കുപ്പിയിലായി. ഗ്ലാസിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, മത്സര തീവ്രതയായി. അപ്പോ അങ്ങനെ 3 ആളും കടുത്ത മത്സരത്തിലാണ്. ഇവന്റെ ഒരു കുപ്പി ഇപ്പൊ കഴിയും. ഞങ്ങളൊക്കെ മേമയുടെയും അരയായി, എന്റെ ഏകദേശം ഒരു അരയായി ഉണ്ടായിരുന്നു. വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നു. നിന്റെ കഴിഞ്ഞില്ലായിരുന്നോ? എത്ര വേഗം കഴിച്ചു? എത്ര നേരമായി? വേഗം കഴിഞ്ഞല്ലോ. കുപ്പി തുടങ്ങി. ഞങ്ങളെപ്പോഴും മറ്റേ പഴയ കുപ്പിയിലഞ്ഞിരിക്കയാണ്. എന്റെ അര കഴിഞ്ഞിട്ടുള്ളൂ, മേമ പിന്നെ മുക്കാലായി. ഇവനെ സൗണ്ട് ഒക്കെ ഉണ്ടെങ്കിട്ട് കുപ്പി കുലുക്കി നോക്കണേ. എനിക്കിതൊക്കെ കേട്ട് ചിരി വരികയായിരുന്നു. ഞാൻ തിരിഞ്ഞു നിൽക്കണം. അപ്പൊ എനിക്കിവിടെ എത്രയെന്ന് തിരിച്ചറിയണ്ടായിരുന്നില്ല. ഞാൻ അത് കാരണം ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുക ചെയ്യണ്ടായിരുന്നു. രണ്ടാമത്തെ കുപ്പി ഇപ്പൊ കഴിയാറായി. എന്തിനു കൂടി കൂടിയണേ? 1 മിനിറ്റ് 30 സെക്കൻഡിനുള്ളിൽ തീരാറായിണ്ട്. കഴിഞ്ഞു. അതെ, കുലുക്കണു. ഈ കുലുക്കണ സൗണ്ട് ഇട്ട് ഞാൻ തിരിഞ്ഞു നോക്കണം ഇടയ്ക്കിടയ്ക്ക്. എന്തൊട്ട് ഇത്ര കുലുക്കാൻ? 1 മിനിറ്റ് 30 സെക്കൻഡിൽ തീർന്നു. അതെടുത്തു, വേഗം കുടിച്ചു കഴിഞ്ഞു. അവിടെ ഒരാളുടെ കഴിഞ്ഞു ഒരു കുപ്പി. അവൻ കപ്പടിച്ചു, ഫസ്റ്റത്തെ കപ്പടിച്ചു. ബാക്കി എന്നിട്ട് അവനെ നമ്മൾ സ്ക്രീനിൽ നിന്ന് മാറ്റിയിട്ടാ ബാക്കി 2 പേര് വീണ്ടും തുടങ്ങുക. എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ആദ്യത്തെ കുപ്പി അവസാനിക്കാറായപ്പോഴേ അയ്യോ എന്റെ ഭഗവാനെ എന്ന് വിളിച്ചു തുടങ്ങി. ഇവിടെ രണ്ടാമത്തെ ആളുടെ ഒരു കുപ്പി കഴിഞ്ഞു, പക്ഷെ തീർക്കാൻ നോക്കുന്നുണ്ട്. കുടിക്കാൻ ഒരിക്കലും വിട്ടു കൊടുക്കുന്നില്ല. എന്താ ഒരു മത്സര ഒരിത്, ബുദ്ധി, ആവേശം. കുടിച്ചോണ്ട് തന്നെ ഇരിക്കാണ്. മേമ രണ്ടാമത്തെ എടുത്തില്ല. ഞാൻ എപ്പോഴും ഒരെണ്ണം, ഞാൻ ലാസ്റ്റ് ആവാറായി തോന്നുന്നു. വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ആള് കുടിച്ചോണ്ടിരിക്കുന്നത്. എന്റെ ഒരു കുപ്പി കഴിഞ്ഞു കേട്ടാ. ഞാൻ രണ്ടാമത്തെ പൊട്ടിച്ച്. എനിക്ക് പതുക്കെ പറ്റുള്ളൂ ഗൈസ്. ഇതുപോലെ നമുക്ക് കുപ്പി തീർന്നാ പോരെ? എന്തിന്? സമയം പോയിക്കൊണ്ടിരിക്കുന്നു. സമയം പോകുന്നു, മണിക്കുട്ടി ഓടുന്നു. പക്ഷെ ഇതുവരെ കുടി നിർത്തിയിട്ടില്ല രണ്ടുപേരും. ഞങ്ങള് ആവേശരായി കുടിക്കാണ് ഗൈസ്. എന്റെ ഇടയ്ക്ക് മൈക്കൊക്കെ നനയണ്ടിട്ടാ. ഞങ്ങൾക്ക് തന്നെ ചിരി വരും ഞങ്ങള് കുടിക്കുന്നത് കണ്ടിട്ട്. അപ്പൊ മൈക്കൊക്കെ വെള്ളം എടുക്കാൻ വേണ്ടി ഞാൻ മൈക്ക് അങ്ങോട്ട് ഊരി വെച്ചു കിട്ടാം. കുടിച്ച് വയ്യാണ്ട് എങ്ങനെ പ്രകടിപ്പിക്കുക ഞങ്ങളുടെ ആ മുഖഭാവം. അപ്പൊ ഞങ്ങളത് അങ്ങോട്ട് ചിരിച്ച് തകർക്കാണ് കേട്ടോ. വയ്യാത്ത ഞങ്ങളുടെ അയ്യോ ഇത് മതിയായില്ലേ, ആ ഒരു എക്സ്പ്രഷനാണ് ഞങ്ങൾ ചിരിച്ച് പുറന്തള്ളുന്നത് ഗൈസ്. ചിരി വരുന്നുണ്ട് ചിലർക്ക്, എന്നാലും ചിരിക്കട്ടെ. അത് കൊറേ വെള്ളം കുടിച്ച ഏമ്പക്കം വരും ഗൈസ്. എനിക്കത് വരുന്നില്ല ഗൈസ്. വെള്ളം കുടിച്ച് തീരാറായി. ഇപ്പോ മേമയുടെ രണ്ടാമത്തെ കുപ്പി ഇപ്പൊ കഴിയും തോന്നുന്നു. ഞാൻ പറയണേ, പക്ഷെ എനിക്ക് വയ്യാണ്ടായി. ഞാൻ ഇങ്ങനെ ഗ്യാപ്പ് എടുത്തിട്ടാ കുടിക്കാറ്. എന്നാലും ഞാൻ കുടിക്കും. അങ്ങനെ ലാസ്റ്റ് തുള്ളി വായക്ക് ഒഴിക്കുന്നു. യെസ്, അവസാനത്തെ മേമ ഭയങ്കര മത്സരാവേശത്തിൽ അവസാനത്തെ ഒരു തുണ്ട് ഭാഗല്ലേ, ഒരു 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. അതിന്റെ ഒരു ഇതാണ് ഒരു 1/4 ഗ്ലാസ് വെള്ളം. പക്ഷെ കുടിക്കുമ്പം അതിന്റെ ബുദ്ധിമുട്ടറിയാം നമ്മള്. ഇപ്പൊ മേമ കപ്പടിക്കും. കുറച്ചും കൂടി ഉണ്ട്. അതും കൂടി കഴിച്ചു. 2 ലിറ്റർ വെള്ളം. ഇവൻ 1.5 മിനിറ്റ് കൊണ്ടാണ് 2 ലിറ്റർ വെള്ളം കുടിച്ചു തീർത്തത്. അത് ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തത്. അത് കാരണം ഇവന്റെ ഫസ്റ്റിന്റെ സമ്മാനം നമ്മൾ കൊടുക്കാണ്. ഇനി ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആൾക്ക് സമ്മാനം ഒന്നും. ഞാൻ സെക്കൻഡിൽ സമ്മാനം ഒന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. എന്നാലും ആ കഷ്ടപ്പാടിന് എങ്ങനെയാ കൊടുക്കാണ്ടിരിക്കുക. ഓക്കെ, ഇനി നമ്മള് ഓരോരുത്തരും ആദ്യമായിട്ടാണ് ഈ വെള്ളം കൂടി അനുഭവിച്ചത്. എല്ലാവരുടെയും ഓരോ എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കാം. ആദ്യം തന്നെ മേമ തുടങ്ങിക്കോ.
ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയ്ക്കധികം വെള്ളം കുടിക്കുന്നത്. ഇതൊരു മത്സരമായി ഞാൻ എടുത്തു. അത് ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇനിയും താല്പര്യമുണ്ടോ ഇങ്ങനത്തെ ഒരു ഗെയിമിന്? ഇങ്ങനത്തെ ഗെയിമാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, പറ്റണതാണെങ്കിൽ ഞാൻ ചെയ്യും. ഇനിയും വീണ്ടും ഇത്തിരി കൂടി വെള്ളം കുടിക്കാൻ പറഞ്ഞ എന്താണ് പറയാനുള്ളത്? ഞാൻ കുടിക്കും, കുഴപ്പമില്ല. ഇനി അടുത്ത ആള്, നിനക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് സാധാരണ ചെയ്യാറുള്ള കാര്യം കുഴപ്പമില്ല, വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. അപ്പൊ നോർമലാണ്, വെള്ളം കുടിക്കും. അത് കണ്ടുല്ലോ. പിന്നെ ഇത് കണ്ട് ആരും അനുകരിക്കാൻ പാടില്ല. ശരിക്കും നമ്മൾ ഒറ്റയടിക്കൊന്നും വെള്ളം കുടിക്കാൻ പാടില്ല, അത് നമ്മുടെ ബോഡിക്ക് പ്രശ്നമാണ്. അപ്പൊ കുറേശ്ശെ ഡെയിലി എല്ലാരും വെള്ളം കുടിക്കണത് നല്ലതാണ്. ഡെയിലി ഒരു 2 ലിറ്റർ 3 ലിറ്റർ ഒക്കെ നമ്മള് ബോഡി എപ്പോഴും വെള്ളം വേണം. ബോഡി ഹൈറ്റിനും വെയിറ്റിനും ഒക്കെ അനുസരിച്ച് വേണം ഓരോരുത്തരും പ്രത്യേക വെള്ളം. നമ്മള് എല്ലാരും വെള്ളം കുടിക്കുമ്പോ സ്കിന്നിനും ഇതിനൊക്കെ നല്ലതാണ്. അപ്പൊ ഒറ്റയടിക്ക് കുടിക്കാണ്ട് കുറേശ്ശെ എല്ലാരും കുടിക്കുക. ഈ അളവഞ്ഞ് കുറേശ്ശെ ഒരു ദിവസം നമുക്ക് കുടിക്കാവുന്നേ. പിന്നെ എന്റെ അനുഭവം എന്ന് പറഞ്ഞാ ഞാൻ വെള്ളം ഡെയിലി നന്നായി കുടിക്കാറുണ്ട്. പക്ഷെ ഗ്യാപ്പ് ഇട്ടാണ് ഞാൻ കുടിക്കാറ്. ഇതിനെക്കാട്ടും അധികം കുടിക്കണം. പക്ഷെ ഒറ്റ വിളിക്ക് എനിക്ക് കുടിച്ച് പറ്റില്ല. അത് കാരണമാണ് ഞാൻ സ്ലോ മോഷനിൽ ഇത്തിരി പോയത്. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കില്ലേ, വൈൻഡപ്പ് ചെയ്യാല്ലേ? നമുക്ക് അവസാനിക്കുന്നതിന് മുമ്പ് നമുക്കൊരു പരിപാടി കൂടി ഉണ്ട്. തോറ്റ ആൾക്ക് നമ്മൾ സമ്മാനമായി കൊടുക്കണം. അത് ഒന്നും വേണ്ട, ഞാൻ തോറ്റില്ല. ഒന്നും വേണ്ട, നിർബന്ധമില്ല, വേണ്ട. അയ്യോ, അപ്പൊ തോറ്റ ആൾക്ക് നമ്മൾ സമ്മാനം കൊടുത്തു. കണ്ടു, അതിന് വൈനപ്പ് ഇങ്ങനെ വെച്ച് വൈനപ്പ് എന്ന് പറഞ്ഞു. ശരി. അപ്പൊ എന്തായാലും ഞാൻ അത്ഭുതപരമായി തോറ്റിരിക്കുകയാണ്. അത്ര എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത ചലഞ്ചിൽ ഞാൻ കപ്പടിക്കും. ഓക്കെ, കപ്പടിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കാം. നിങ്ങളൊക്കെ കപ്പടിക്കാണ്ടിരുന്ന ഞാൻ എന്തായാലും അടിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതായിരുന്നു വാട്ടർ ചലഞ്ച്. ഇതാ നമ്മൾ പറഞ്ഞ പോലെ ഇത് ആരും അനുകരിക്കരുത്. കാരണം ഇത് നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. ഛർദി അങ്ങനത്തെ ഒക്കെ വരും, നമുക്കിവിടെ അനുഭവിച്ചു. അപ്പൊ ആരും ഇത് അനുകരിക്കാണ്ടിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോ വരേക്കും. അതിന് പറ്റിയത് പറയണോ? 1:30 ആരെങ്കിലും. ഓക്കെ, അപ്പൊ ഞങ്ങൾക്കൊരു ജസ്റ്റ് ഒരു കുഞ്ഞ് ചലഞ്ച് നിങ്ങളോടായിട്ട് വെക്കാണ്ട് കേട്ടോ. ഈ തല്ലുകൂടി 1.5 മിനിറ്റ് കൊണ്ടാണ് ഈ 2 ലിറ്റർ വെള്ളം കുടിച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചലഞ്ച് ഞങ്ങൾ തന്നെ മുന്നോട്ട് വെക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ടൈം ബ്രേക്ക് നടത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തിട്ട് ഒന്ന് അറിയിക്കാൻ മറക്കണ്ട. അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ വരയ്ക്കും. ബൈ.